മഹേഷ് ബാബു. സോ പുള്ളിക്കാരനെ പറ്റി ഞാൻ എല്ലാവർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മലയാളികൾക്കും പരിചിതമായിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് മഹേഷ് ബാബു. മാസിൽ മഹേഷ് ബാബു കുഴപ്പമില്ല. ഐ തിങ്ക് ഈ പോക്കിരിയുടെ റീമേക്കൊക്കെ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ സിനിമ ആയിരുന്നു. ഒരു പോക്കിരി റീമേക്കാണോ അതോ മഹേഷ് ബാബുവിൻ്റെ സിനിമയുടെ റീമേക്കാണോ പോക്കിരി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മളല്ല ഞാൻ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ഗുണ്ടൂർ കാരമോ കാരനോ സോ ആ ഒരു സിനിമ ഗുണ്ടൂർ കാരമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എന്തൊരു കാരമാണെങ്കിലും വല്ലാത്ത കാരമായി പോയി എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം എന്തോന്ന് കാരമാണ് അവന്മാർ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് തെലുങ്കിൽ കാണുന്ന ഒരു പൊതുവെയുള്ള அந்த അറിവിപ്പോൾ അൻപത് തരുവാന ചിന്ന ചിന്ന കഥകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പൊതുവെയുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചിന്ന പരിപാടി തന്നെയാണ് അവർ ഗുണ്ടൂർ കാരമിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. മാസിൽ മാസാക്കി വെച്ചിരിക്കുകയാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഒരു ഫാമിലിക്കുള്ളിലുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു ജാതിയിൽ ഉള്ള വ്യക്തിയെ കല്യാണം കഴിക്കുക, ആൻഡ് എക്സ്പെഷ്യലി പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൾ. പിന്നെ അതേപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള വ്യക്തി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ആ ഫാമിലി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം പക്ക ക്വാളിറ്റിയാണ് പടം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിച്ച് ഫീല് നമുക്ക് ഈ ഒരു സീൻസുകളിൽ തോന്നും. എക്സ്പെഷ്യലി സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മലയാള സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ബ്രഹ്മയുഗം പോലത്തെ പടങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ മാസ് മസാല പടങ്ങൾ വിട്ട് വെറൈറ്റി പടങ്ങളിലേക്ക് മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമിഴന്മാരും ഏകദേശം പോയിക്കൊണ്ടിരിക്കാനും തോന്നുന്നുണ്ട്. ആക്ഷൻ പടങ്ങൾ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തമിഴിൽ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ തെലുങ്കണ്ണന്മാരും മാറേണ്ടിയിരിക്കുന്നു, എക്സ്പെഷ്യലി മഹേഷ് ബാബു. തലപതിയെ ഇവിടെ റേഞ്ച് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മഹേഷിനെ റേഞ്ച് മാറ്റി പിടിച്ചുകൂടാ എന്ന് പ്രേക്ഷകർ ചോദിക്കും. ആ ലെവലിലാണ് ഇതിൻ്റെ പടം വന്നിട്ടുള്ളത്. സോ കൂടുതലൊന്നും പറയാനില്ല. ടേക്ക് കെയർ.